3 കഷ്ണം ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇതിന് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടി കൂടി എന്ന് കണ്ട പീസുകളൊക്കെ ഞാൻ ഒന്നുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്. ഇതിനി ഒരു അപ്പച്ചട്ടിയിലോട്ട് മാറ്റാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം മതി, ഒരു പകുതിയൊക്കെ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതി. ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇപ്പോൾ ക്യാരറ്റ് വേവിച്ചത് ഉപ്പിട്ടാണ്, ഞാൻ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഒരു നുള്ള കായപ്പൊടി, 1/2 സ്പൂൺ കോൺഫ്ലവർ പൊടി, ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് ക്യാരറ്റിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു തവ അടുപ്പിലോട്ട് വയ്ക്കാം. ഒരു ഫ്രൈ പാൻ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. മുളകിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ കയ്യിലില്ലാത്തവർ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി. മീനൊക്കെ കിട്ടാത്ത ദിവസങ്ങളിൽ, മീൻകറിയൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലൊരു ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണാൻ കഴിയും. അതുപോലെ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇനി ഇത് തീ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ അടിപൊളി ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ക്യാരറ്റ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ പൊരിച്ച മീൻ, പൊരിച്ച നെത്തോലി, പൊരിച്ച ചെറിയ ചാളയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പറക്കി കഴിക്കുന്ന നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയൊരു സാധനമാണ്. താങ്ക് യു.